ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നരനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. പക്ഷെ നരൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കിടക്കാൻ നേരം മുത്തശ്ശനും സംസാരിക്കുകയാണ്. ഇവന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ കാലശേഷം ഇവൻ ആരാ ഉണ്ടാവുക, ഇവൻ ഒറ്റയ്ക്കായി പോകില്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്നതിന് ശേഷം മുത്തശ്ശിക്ക് ഒരു നെഞ്ചുവേദന വരുന്നു. അങ്ങനെ മുത്തശ്ശൻ പേടിച്ചു പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരെയും വിളിക്കുകയാണ്. നരനൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓടി വരികയാണ്. പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുഴപ്പമൊന്നുമില്ല, സെറ്റ് അല്ല, വയ്യൊക്കെ മാറ്റിയതിന് ശേഷം തിരികെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് കൂടുതലുള്ള ടെൻഷനും കാര്യങ്ങളും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് അതിന് ബുദ്ധിമുട്ടാണ് എന്നും കൂടി പറയുകയാണ്. അപ്പോഴും ഈ പറയുന്ന നരനാകെ ടെൻഷൻ ആവുന്നുണ്ട്. തനിക്ക് താൻ കാരണമാണല്ലോ മുത്തശ്ശിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ ഇളയമ്മ വന്ന് പറയുന്നുണ്ട്, ഗായത്രി വന്ന് പറയുകയാണ്, നര അവരുടെ ഇനി മരിക്കുന്നതിനുള്ള അവർക്ക് ഏകിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിന്റെ കല്യാണം കഴിച്ച് കാണുക എന്നതാണ്. അത് സാധിച്ചു കൊടുത്തെങ്കിൽ അവർക്ക് അത് ഒരുപാട് സന്തോഷമാകും. ഒരു പക്ഷെ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കത് വലിയൊരു ഖേദമായി മാറും. നീ അത് അവർ ആ മനസ്സിൽ അവരുടെ നെഞ്ചിലായ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് അവർ മടങ്ങുക. അത് നിനക്ക് പിന്നീട് അത് ഭയങ്കര ദുഃഖമായി മാറും. പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പോയതിനു ശേഷം നീ കല്യാണം കഴിച്ചിട്ടും കാര്യമില്ല, അവർക്ക് അത് കാണാനുള്ള ഭാഗ്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് തീരുമാനിക്കണമെങ്കിൽ നീ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം, ഇളയമ്മ പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗായത്രി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി കുറച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ നരൻ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തായാലും കല്യാണം കഴിക്കാം എന്ന്, മുത്തശ്ശിന്റെയും ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരോട് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ പ്രയാസം എന്ന് പറയുന്നത് ഞാൻ വിവാഹം കഴിക്കാത്തതല്ലേ, അതെന്തായാലും ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു മനസമാധാനക്കേടും ഉണ്ടാകില്ല. അപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നാൽ എൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യ് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ അങ്ങനെ നരൻ മുത്തശ്ശിയുടെ തലയിൽ കൈ തൊട്ട് സത്യം ചെയ്യുകയാണ്, ഞാൻ കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ ഉടനെ തന്നെ അവര് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ, അതായത് പെണ്ണ് കാണൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അങ്ങനെ പെണ്ണ് കാണാനൊക്കെ പോകുന്നുണ്ട് ഇവര്. പെണ്ണ് കണ്ട് അങ്ങനെ പെണ്ണിനോട് സംസാരിക്കണമെന്ന് നരൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ പെണ്ണാണെങ്കിൽ നല്ല പെൺകുട്ടിയാണ്, പഠിപ്പുണ്ട്, അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു ആലോചന തന്നെയാണ് വന്നിട്ടുള്ളത്. പെൺകുട്ടി പഠിക്കുന്നത് ഡോക്ടറിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ലൊരു ആലോചന. അപ്പോൾ നരൻ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ മാറ്റി നിർത്തി നരൻ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ പേര് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സുഖമായി എന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ താമസിക്കാം. എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു വിവാഹത്തിന് സമ്മതിച്ചിട്ടുള്ളത്. അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ വിവാഹം കഴിക്കാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കല്യാണം കഴിക്കാം, പക്ഷേ ഒരു വർഷത്തെ എഗ്രിമെന്റ്, ആ ഒരു രീതിയിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവ്യരെ വീട്ടിലേക്ക് തന്നെ പോകണം. അതിന് എന്ത് പൈസ, എത്ര പൈസ അല്ലെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ തരാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും, അവർക്ക് അവരുടെ ഒരു കാലം കഴിയുന്നവരെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ പെൺകുട്ടി കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണോ താൻ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അങ്ങനെയാണെങ്കിൽ മാത്രം വിവാഹത്തിന് ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഈ വിവാഹം നമുക്ക് വേണ്ട എന്ന് പറയുകയാണ്. അപ്പം എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ചെവിട്ടിൽ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യേ, ഇങ്ങനെ ഒരാളെ വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവര്, അപ്പൊ മുത്തശ്ശിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പറ്റി, എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളെ പേരക്കുട്ടിയോട് തന്നെ ചോദിച്ചോ എന്നും പറഞ്ഞ് അവരവിടെ നിന്നും
അവരോട് ഇറങ്ങി പോകാനൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നരൻ്റെ അരികിലേക്ക് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, നീ വെറുതെ ഞങ്ങളെ ആഗ്രഹിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ്, അല്ലാതെ നീ ശരിക്കും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗായത്രിയുടെ ഭർത്താവ് ശിവനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തിനാ ഇപ്പം അവന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൻ കഴിക്കണ്ട, എന്തിനാ ഇപ്പം അവന് നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിക്കണം, മോനെ നീ വിവാഹം കഴിക്കണ്ട, ഈ ഇളയച്ചനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആള് സപ്പോർട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, അവന്റെ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് വേണമല്ലേ, അവൻ വിവാഹം കഴിച്ചാൽ ആ സ്വത്തുക്കളൊക്കെ അവർക്ക് അങ്ങനെ ഭാഗിച്ചു പോകില്ലേ, അതുകൊണ്ടാണല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഗായത്രി. അതേ സമയത്ത് നമ്മുടെ നിവിനെ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ഇവള്. അപ്പോൾ ആ സമയത്ത് രാഗിണി കൊണ്ടുവരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല, വലിയ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. കാല് ഒടിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കൈക്കും തലയിലൊരു കെട്ടും അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു റൂമിൽ അങ്ങനെ ഹോസ്പിറ്റൽ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നേഴ്സ് അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ നിവിനാണെങ്കിൽ രാഗിണി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തൊടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ തൊടണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പം നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് ഒരു എക്സ്റേ എടുക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ, അപ്പോൾ അവിടം വരെ വരണം എന്ന് പറയുകയാണ്. അപ്പം രാഗിണി പറയുന്നുണ്ട്, വാ നിവിന് എഴുന്നേൽക്ക് ഞാൻ പിടിക്കാമെന്ന് പറയുമ്പം നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവളുടെ കൈ തട്ടി മാറ്റുകയാണ്. അത് ആ നേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നേഴ്സ് ചോദിക്കാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ എന്ന് പറഞ്ഞ് രാഗിണി അങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും തെറ്റിദ്ധരിച്ച് പോകുകയാണ് നിവിനും രാഗിണിയും ഭാര്യയും ഭർത്താവുമാണെന്നുള്ള കാര്യം. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ നിളയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാവേരി ആണെങ്കിൽ പൈസ നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ ഇനി എത്രയും വേഗം പൈസ കിട്ടണം എങ്ങനെയുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഈ പറയുന്ന നിവിനും രാഗിണിയും കൂടിയിട്ട് ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ കാവേരി ഉണ്ടായിരിക്കും. നിവിൻ പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്നുണ്ട്, അവന് കാലുകൊണ്ട് വയ്യാണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഓടി വരികയാണ് കാവേരി. അപ്പോഴേക്കും രാഗിണി റൂമിൽ നിന്ന് ഓടി വന്ന് നിവിനെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഇവരാരും ഇവള് മാത്രം കണ്ടിട്ടുള്ളൂ, കാവേരി മാത്രം ഇവരെ കാണുന്നുള്ളൂ. നിവിനും രാഗിണിയും കാവേരിയെ കണ്ടിട്ടില്ല. അപ്പൊ അവള് വന്ന് പിടിക്കണ കാണുമ്പോൾ കാവേരിക്ക് വിഷമാവാണ്. അങ്ങനെ നേഴ്സ് മറ്റൊരു നേഴ്സിനോട് പറയുന്നുണ്ട്, കണ്ട നല്ല ഭാര്യയും ഭർത്താവുമാണ്, അവര് എന്തൊരു ക്യൂട്ടായിട്ടുള്ളതാണ്, അവരുടെ സ്നേഹം കാണുമ്പോൾ കൊതി അങ്ങനെ ഇതുവരെ ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്, നല്ലൊരു കപ്പിളാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ തന്നെ കാവേരി കേൾക്കുന്നുണ്ട്. അപ്പോൾ കാവേരിക്ക് അതൊക്കെ വിഷമാവാണ്. അങ്ങനെ കാവേരി സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്. പെട്ടെന്ന് കാവേരി, ഞാൻ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ അത് ആലോചിക്കേണ്ട സമയമല്ലല്ലോ, നിവിനെന്തായാലും മറ്റൊരു വിവാഹം കഴിച്ചു പോയി, ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണം, എനിക്ക് എത്രയും വേഗം നിളമോളുടെ ഓപ്പറേഷനാണ് വലുത്, അതിന് വേണ്ടി പൈസ കളക്ട് ചെയ്യല്ലേ വേണ്ട, ഞാൻ എന്തിങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് സ്വയം അവളെ കുറ്റപ്പെടുത്തിയിട്ട് അവൾ വീണ്ടും പൈസയ്ക്കുള്ള ആ നെട്ടോട്ടപ്പാച്ചിലാണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വിനീതാണെങ്കിലും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, പൈസ എവിടെന്നെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ അവനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു നിമിഷം കഴിയും തോറും നീളയുടെ അവസ്ഥയ്ക്ക് മോശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖാവും, ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് വരും. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.